ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പോൾ നിങ്ങൾ കണ്ടാണ് ഫുള്ള് ബാക്ക് വാട്ടറാണ്. അപ്പോൾ കേരളത്തിൽ ഇത്രയും ബാക്ക് വാട്ടറുള്ള സ്ഥലം നമ്മുടെ ആലപ്പുഴ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ബോട്ടുകൾ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഒരു കടയിലൊരു ചേട്ടനെ പരിചയപ്പെട്ടു. മോഹ ചേട്ടൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. പുള്ളി പറഞ്ഞത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 7 രൂപയ്ക്ക് ബോട്ട് കിട്ടുമെന്നാണ് ഗവൺമെന്റ്. ഇവിടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എനിക്ക് തോന്നുന്നു ബോട്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബസ് പോലെ തന്നെയാണ്. ഇവിടെ പിന്നെ ഒരുപാട് പ്രൈവറ്റ് സർവീസസും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഗവൺമെന്റിന്റെ ബോട്ട് സർവീസ് തന്നെ ഉണ്ട്. അത് 7 രൂപയ്ക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. പോയി ഇറങ്ങിയിട്ട് അവിടെ കറങ്ങി കാണാൻ കടൽ പോലെയുള്ള കായലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ജസ്റ്റ് കറങ്ങി കണ്ടിട്ട് എത്ര നേരം വേണം നിന്നിട്ട് വരാമെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിന് അങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു. അതെ, നമ്മൾ വെയിറ്റ് ചെയ്യും. നല്ല സീറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും ഓക്കെ. ആലപ്പുഴയെ കുറിച്ച് പറയാനാണെങ്കിൽ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഫുൾ ഓഫ് ബാക്ക് വാട്ടേഴ്സ്, കായൽ, തോട്, അങ്ങനെ ഫുള്ള് ചുറ്റുപറ്റി ബീച്ചസ് എല്ലാം. അതെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന കായലും അതെ ആ ഒരു ബോട്ടും വള്ളംകളിയും ഒക്കെ. അതെ, അപ്പോൾ നമ്മൾ പുന്നമട കായലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഈ പുന്നമട കായലിൻ്റെ എവിടെയാണ് ബോട്ടിങ്ങും ഒക്കെ ഉള്ളത്. പുന്നമട കായൽ ബോട്ട് റേസിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ബോട്ടിങ്ങിന് തന്നെയാണ് എല്ലാവരും വരുന്നത്. ഇവിടെ പ്രൈവറ്റ് ബോട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുട്ടനാടാണ്. കേരളത്തിൻ്റെ ഗ്രാനറി എന്നറിയപ്പെടുന്നത്, അഥവാ പത്തായപ്പുര എന്നറിയപ്പെടുന്ന കുട്ടനാടാണ്. കാരണം അങ്ങനെ പറയാനും കാരണമുണ്ട്, ഇവിടെ ഒരുപാട് നെൽപ്പാടങ്ങളും വയലുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടും കൂടെയാണ് ആലപ്പുഴ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വെനീസ് എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ള ഒരു സിറ്റിയാണ്. അവിടെ ഫുള്ള് ഈ കനാലും ഫുള്ള് കവേർഡ് ചെയ്തിട്ടുള്ള 50 or 100 കനാലുകൾ കറങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് വെനീസ്. അപ്പോൾ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത് ആലപ്പുഴേനെ. മൊത്തത്തിൽ നല്ലൊരു സീനിക് ലൊക്കേഷനാണ്. അടിപൊളി ഒരു വ്യൂ ഒക്കെയാണ്. ചുറ്റും ഇങ്ങനെ കായലും, എനിക്കൊന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബീച്ചിൻ്റെ വ്യൂവും കൂടെ ഇവിടെ അടുത്ത് തന്നെ റിസോർട്ട്സും അങ്ങനെ സ്റ്റേ ചെയ്ത്, അല്ലാതെ ഹൗസ് ബോട്ട്സ് ഉണ്ട്. അപ്പോൾ ഹൗസ് ബോട്ട് എടുക്കുന്നവർക്ക് അതൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. എനിക്കൊന്ന് ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഹൗസ് ബോട്ട്സ് കുറച്ചുകൂടി എക്കണോമിക്കൽ ആയിരിക്കും. ഗ്രൂപ്പായിട്ട് മാത്രമല്ല, മോർണിംഗ് വരണം. 1 day ട്രിപ്പ് അല്ലെങ്കിൽ 3 day 5 day അങ്ങനെ കുറച്ച് ടൈം വേണം. നമുക്ക് ടൈമില്ല. നമ്മളത് 5:45 കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ അവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഈ ഉള്ള സമയം കൊണ്ട് മാക്സിമം കറങ്ങി കാണാം, ഒരു ബോട്ടിങ് എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണ്. കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ആലപ്പുഴ ബോട്ടിംഗ് ട്രൈ ചെയ്യണം. അതെ, വെറും 6 രൂപ മാത്രമേ ഉള്ളൂ. എന്തായാലും വേറെ ദിവസം വരും. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. പെഡൽ ബോട്ട്, റോയിങ് ബോട്ട്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പോയിട്ട് മറ്റൊരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങും. അത് വേറൊരു ഇതായിട്ട് ഇടാം. പക്ഷേ ഈ 6 രൂപയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് വന്നൊരു ബോട്ടിംഗ്. അതെ, അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും, മംഗലശ്ശേരി എത്തും. അവിടെ കറങ്ങി കാണാം, എന്നിട്ട് തിരിച്ചു വരാം. കുറേ പല ടൈപ്പ് ബോട്ടുകളാണ്. അതെ, പല ടൈപ്പ് പല ഷേപ്പിലുള്ള ബോട്ടുകളാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അടിപൊളി വ്യൂ ആണ്. മൊത്തത്തിൽ സൂപ്പറാണ്. നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. അതെ, കേരളത്തിന്റെ ബാക്ക് വാട്ടേഴ്സിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിന്റെ ബാക്ക് വാട്ടേഴ്സിന്റെ ബ്യൂട്ടി കാണണമെങ്കിൽ ആലപ്പുഴയിൽ തന്നെ വരണം.
ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആലപ്പുഴ വരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൂപ്പർ വ്യൂ ആണ്. ഇത്രയും ബോട്ടുകളൊക്കെ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷയില്ല. 9:30 വരെ ബോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. തിരിച്ച് രാത്രി ഇങ്ങോട്ട്. അതുപോലെ രാവിലെ 5:30 സ്റ്റാർട്ട്. ഇവിടെ ബസ് സർവീസ് പോലെയാണ്. ബസ്സിന്റെ ടിക്കറ്റ് പോലെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 12 രൂപ. KSRTC ബസ്സിന്റെ ടിക്കറ്റ് പോലെ തന്നെ ഉണ്ട്. 12 രൂപയാണ് ചാർജ്. വേറെ 6 രൂപയ്ക്ക് അടിപൊളി ബോട്ടിങ് കിട്ടും. നമ്മള് കാശ് കൊടുത്ത് ബോട്ടൊന്നും എടുക്കണ്ട. മെയിൻ സ്റ്റോപ്പിൽ നിന്നാണ് കയറി ആലപ്പുഴ സ്റ്റോപ്പ്. ഇനി മംഗലശ്ശേരി നീലകണ്ഠന്റെ സ്ഥലമുണ്ട്. മംഗലശ്ശേരി വരെ നമ്മൾ ഇതിൽ യാത്ര ചെയ്യും. മംഗലശ്ശേരിയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാമെന്നാണ് പറയുന്നത്. പക്ഷികളെ കാണാൻ പറ്റും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ട് ചേട്ടന് നല്ല താല്പര്യം. അതെ, പക്ഷി, കാക്ക എല്ലാത്തിനെയും കാണാൻ പറ്റും. പക്ഷെ നല്ല ഒരു ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുന്നമട കായൽ. നമ്മുടെ അഴകിയ രാവണനില് മമ്മൂട്ടി പാടുന്ന പോലെ വെണ്ണിലാ ചന്ദനക്കിണ്ണം വീണ പുന്നമട കായൽ ഇതാണ്. മംഗലശ്ശേരി എത്തിയോന്ന് അറിയത്തില്ല. കണ്ടക്ടർ ചേട്ടൻ പറയാന്നാ പറഞ്ഞിരുന്നത്. നമ്മുടെ മംഗലശ്ശേരി നീലാണ്ടന്റെ സ്ഥലമാണ്. അതെ. ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും ഇവർ കയറ് ഒന്നെങ്കിൽ അവിടെ കെട്ടും അല്ലെങ്കിൽ വലിച്ചു പിടിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. എത്താറായി. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്താറായി മംഗലശ്ശേരി. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. അപ്പോൾ തിരിച്ച് ഇതുവഴി തന്നെ പോകുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലൈറ്റൊക്കെ കാണിച്ചാൽ ഇവിടെ നിർത്തും. രാത്രിയായി കഴിഞ്ഞാൽ മൊബൈലിൻ്റെ വെട്ടം വല്ലതും ഉണ്ടെങ്കിൽ ഇവർ നിർത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് നടന്നു കാണാം. അധികമൊന്നും ഉണ്ടാവത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മംഗലശ്ശേരി ഇറങ്ങിയിട്ട് പാടത്തിൻ്റെ ഉള്ള വ്യൂ ആണിത്. ഇതിപ്പോഴൊന്നും കേരളത്തിൽ കാണാൻ പറ്റത്തില്ല. പാടങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിയൊന്നും ഇപ്പോൾ ആർക്കും ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ ഇങ്ങനൊരു വ്യൂ കാണുന്നത് ഭയങ്കര കണ്ണിന് കുളിർമയുള്ള ഒരു സംഭവമാണ്. എനിക്കൊന്ന് ഈ കുട്ടനാട് ആലപ്പുഴ സൈഡിൽ മാത്രമേ ഇപ്പോഴും നെൽകൃഷി കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു വ്യൂ ആണ്. ഇതൊന്നും എപ്പോഴും കാണാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വലിയ ഹൗസ് ബോട്ട് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. നമ്മളും ഒരു ദിവസം എന്തായാലും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ഇത് നല്ലൊരു ലൊക്കേഷനാണ്. അതെ, ഇത് സൂപ്പർ വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ വളഞ്ഞ് കായൽ, ഈ പുന്നമട കായൽ ഇങ്ങനെ വളഞ്ഞ് കിടക്കുകയാണ് ചുറ്റും. ഇതൊരു സൂപ്പർ സ്പോട്ട് തന്നെയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതായിരിക്കും. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ലൊക്കേഷനാണ്. നമുക്ക് എന്തായാലും ഒരു സെൽഫി എടുക്കണം. സൂപ്പർ ലൊക്കേഷനാണ് ഈ പുന്നമട കായൽ. ഇങ്ങനെ ഫുള്ള് കറങ്ങിയിട്ടുള്ളൊരു വ്യൂ കണ്ടാൽ നമ്മൾ ഏതോ സ്ഥലത്ത് നിൽക്കുന്ന പോലെ തോന്നും. ഇങ്ങനെയുള്ളൊരു ഇതൊന്നും ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആലപ്പുഴ ആദ്യമായിട്ടാണ് ഞാനും വരുന്നത്. നമ്മുടെ ആ ഹൗസ് ബോട്ട് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വലുതായിട്ടൊന്നും കാണാനില്ല. ഇങ്ങനെ കുറച്ച് കടകളും ഒരു ഇതൊക്കെ ഉള്ളൂ. പക്ഷെ എന്തായാലും ആ ഒരു ആംബിയൻസ് വ്യൂ കിട്ടി. ഹൗസ് ബോട്ട് എടുത്താൽ തന്നെ അത് ഇവിടെ ഫുള്ള് കറങ്ങി കാണിച്ചിട്ട് ഇങ്ങോട്ട് സൈഡിൽ കൊണ്ടുവന്ന് സൈഡാക്കും. നമുക്ക് ഇങ്ങനെ ഓരോ ലൊക്കേഷൻസിനും കൊണ്ടുവന്ന് അവർ നിർത്തി തരും. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയി എന്തെങ്കിലും ചെയ്യാം. ചെറിയൊരു ബോട്ടിങ് ജേണിയും മംഗലശ്ശേരിയും കണ്ടിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ വേമ്പനാട് കായലിലൂടെയുള്ള യാത്ര സൂപ്പറായിരുന്നു. എന്തായാലും കേരളത്തിലുണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്യുക. ആലപ്പുഴയൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്യുക. സൂപ്പറാണ്. വെറും 6 രൂപ. ഇങ്ങോട്ട് തിരിച്ചു പോകാൻ 10 രൂപയാണ് ഒരാൾക്ക്. നല്ലൊരു അടിപൊളി ബോട്ട് ജേണി കിട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്യുക. സൂപ്പർ അടിപൊളിയാണ്. മോർണിംഗ് വന്ന് മോർണിംഗ് വന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാനും കുറേ സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ ഇത് നമ്മൾ അത്രയ്ക്കൊന്നും കണ്ടില്ല. നമ്മൾ മംഗലശ്ശേരി മാത്രമേ കണ്ടോളൂ. പക്ഷെ എന്തായാലും ഓവറോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ 16 രൂപയ്ക്ക്. ഇതെല്ലാം ഹൗസ് ബോട്ടുകളാണ്. രാത്രി ആകുമ്പോഴത്തേക്കും ഹൗസ് ബോട്ട് സൈഡാക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അവിടെയാണ് രാത്രി ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ. ഹൗസ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ രാവിലെയാണ് ഇവിടെ ഫുള്ള് ചുറ്റി കാണിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്തോട്ട് കെട്ടിയിട്ടിട്ട് പിന്നെ ഫുഡ് സെർവ് ചെയ്തിട്ട് പിന്നെ അവിടെ നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കുക, അങ്ങനെ എന്താണോ ആവാം. ഇവിടെ ജസ്റ്റ് സൈഡിലായിരിക്കും. സേഫ് ലൊക്കേഷൻസിൽ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ ആലപ്പുഴ ബോട്ട് ജേണി മിസ്സാക്കരുത്. അത്രയ്ക്ക് അടിപൊളിയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു അത്ര അഡ്വഞ്ചറസ് ഒന്നും അല്ല. പിന്നെ നമ്മുടെ ബഡ്ജറ്റും ടൈമും പോലെ. അപ്പോൾ നമുക്ക് സമയമില്ല. നമുക്ക് സമയമുള്ളൊരു ദിവസം നമ്മൾ എന്തായാലും വന്നിട്ട് ഹൗസ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യും.
അപ്പോൾ ജസ്റ്റ് ടൈം ഇല്ലാതെ പെട്ടെന്ന് വന്നൊന്ന് ആലപ്പുഴ ചുറ്റി കാണണമെന്നുള്ളവർക്ക് ഇതൊരു സൂപ്പർ ഓപ്ഷനാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആലപ്പുഴ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. പിന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി ഞങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ traveltechies.com വഴി അറിയിക്കാം, അല്ലെങ്കിൽ traveltechies@gmail.com വഴി അറിയിക്കാം. അപ്പോൾ നമ്മുടെ ഓൾ കേരള എന്ന് പറയാൻ പറ്റും, നമ്മുടെ കേരള ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ട്രിവാൻഡ്രത്തോട് തിരിച്ചു വേണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ ഫ്രം ഇൻസ്റ്റാഗ്രാം.